എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനാണ്. ഇവൻ്റെ ഗേൾ ഫ്രണ്ട് ഒരാൾ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവളെ രക്ഷിക്കാൻ വേണ്ടി ആ ഫോൺ കോൾ വന്നപ്പോൾ തന്നെ അവൻ അവളുടെ അടുത്തേക്ക് വരാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവളെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇവളെ കഴുത്തിൽ കത്തിയും വച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയ ആൾ അവനോട് ആവശ്യപ്പെടുന്നുണ്ട്, നീ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ആദ്യം അവൻ ഒന്നും മടിച്ചെങ്കിലും അവളുടെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞ സമയത്ത് അവൻ വേറെ ഒന്നും ചിന്തിക്കാതെ മുട്ടുകുത്തി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ആ പെൺകുട്ടി അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് ഒരുപാട് കരയും റിക്വസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ മുട്ടുകുത്തി നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് ആ പയ്യനാണെങ്കിൽ ഒരുപാട് ചിരിക്കുകയും അവൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് അവനെ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ അതിനൊന്നും റിയാക്ട് ചെയ്യാതെ സൈലൻ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കാരണം അവളുടെ ജീവൻ അപകടത്തിലാണെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആ പെൺകുട്ടി അവളുടെ കെട്ടിയിരിക്കുന്ന കയറ് ലൂസാക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ഇഷ്ടിക എടുത്ത് അവൻ്റെ തലയിൽ അടിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി എല്ലാവരും ഡിസ്ട്രാക്റ്റ് ആവുകയാണ്. ആ സമയത്ത് തന്നെ അവൻ ഓടി അവളുടെ അടുത്ത് ചെല്ലുകയും ബാക്കിയുള്ളവരെയൊക്കെ അടിച്ചിടാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ പയ്യനാണെങ്കിൽ ഇവളെ കത്തിയെടുത്ത് കുത്താൻ വരുന്നുണ്ട്. ആ സമയത്ത് ഇവനാണെങ്കിൽ അത് തടയും. അവൻ്റെ നെഞ്ചിലേക്ക് ആ കുത്ത് ഏൽക്കുകയും ചെയ്യുകയാണ്. ആ കുത്ത് ഏറ്റതോടെ ഈ പയ്യനാണെങ്കിൽ വലിയ രീതിയിൽ ഷോക്കാവുന്നുണ്ട്. കാരണം അവൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത്. അങ്ങനെ പേടിച്ചിട്ട് അവിടെ ഉള്ള എല്ലാവരും ഓടിപ്പോകുന്നുണ്ട്. ആ സമയത്തും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകൾ അവളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവനാണെങ്കിൽ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പയ്യൻ പേടിച്ച് ഓടുന്നത് കണ്ടിട്ട് ബാക്കിയുള്ളവരും അവൻ്റെ പിറകെ പേടിച്ച് ഓടുകയാണ് ചെയ്തത്. അവൾ വല്ലാത്ത രീതിയിൽ പേടിച്ച് പോവുകയും നല്ല രീതിയിൽ കരയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇവന് നല്ല വേദന ഉണ്ടെങ്കിലും അവൻ അതൊന്നും കാര്യമാക്കാതെ അവളെ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അവളെ കാം ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അവളെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ്. അവൻ മാക്സിമം അവൻ്റെ പെയിന് ഹൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം അവൾ പേടിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഒരു ഘട്ടം എത്തുമ്പോൾ അവന് പെയിൻ ഒട്ടും സഹിക്കാൻ പറ്റാതെ ആവുകയും അവൻ തല ഇറങ്ങി വീഴുകയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി അവളുടെ പേടി കൂടുകയും അവൾ ഭയങ്കരമായിട്ട് കരയുകയും ചെയ്യുകയാണ്. ഇവൻ ഇവളെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിലും ആംബുലൻസും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കൃത്യമായിട്ട് അവിടെ എത്തുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്തൊക്കെ അവൾ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അവൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവളങ്ങനെ സ്റ്റക്കായിട്ട് യാന്ത്രികമായിട്ടാണ് അവൾ നടക്കുന്നതും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞ് ഇവനെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവൾ അവനെ കാണാൻ വരുമ്പോൾ അവൻ്റെ അവസ്ഥ കണ്ടിട്ട് അവൾ ഇമോഷണലി ഒരുപാട് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. അവൻ കണ്ണ് തുറക്കുന്നവരെയും അവൾ അവൻ്റെ അടുത്തു നിന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ ഫുൾ കെയർ ചെയ്യും, അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും ഒക്കെ അവൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും ഇവൻ്റെ പേരൻസ് ഇവളെയാണ് എല്ലാത്തിനും ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നത്. ഇവൾ കാരണമാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇവളെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. അവൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നീ അവനെ വിട്ട് പോകണം എന്നൊക്കെ അവളടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് അവൻ്റെ സേഫ്റ്റിക്ക് തന്നെ വേണ്ടിയിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവളൊരു റിക്വസ്റ്റ് വയ്ക്കുന്നുണ്ട്, അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നത് വരെ ഞാൻ അവനെ കെയർ ചെയ്തോളാം, അത് കഴിഞ്ഞിട്ട് ഞാൻ പോവാം എന്ന് പറഞ്ഞ് അവൻ്റെ പേരൻസിൻ്റെ അടുത്ത് അവൾ റിക്വസ്റ്റ് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് അവൻ്റെ പേരൻസ് സമ്മതിക്കുകയും ചെയ്യുകയാണ്. കാര്യങ്ങളൊന്നും തന്നെ അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവൾ അവൻ്റെ അടുത്ത് ചെല്ലുകയും അവനെ ആവശ്യത്തിന് കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം അവൻ കണ്ണ് തുറന്ന് നോക്കുകയാണ്. അവൻ കണ്ണ് തുറന്ന് നോക്കുമ്പോഴും ഇവൾ അവൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവൾ നല്ല രീതിയിൽ ടയേർഡായതുകൊണ്ട് തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവനാണെങ്കിൽ പതുക്കെ അവളുടെ തലയിൽ തലോടുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവളും കണ്ണ് തുറങ്ങുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അവൻ ഇപ്പോൾ അവൻ്റെ കണ്ടീഷൻ ഓക്കെ ആയതുകൊണ്ട് ഓരോ ദിവസവും അവനെ നല്ല രീതിയിൽ തന്നെ അവൾ കെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവനും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കാരണം അവളെപ്പോഴും അവൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് പക്ഷേ അവൻ അറിയുന്നില്ല ഇവൻ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ അവൾ അവനെ വിട്ട് പോകുമെന്നുള്ള കാര്യം. ഈ ഒരു എപ്പിസോഡിൽ ഈ പെൺകുട്ടി വളരെ നല്ലൊരു അഭിനയമാണ് കാഴ്ചവെച്ചത്. അവളുടെ അഭിനയം കാണുമ്പോൾ നമുക്ക് തന്നെ കണ്ണ് നിറഞ്ഞു പോകും. അത്രയും ഇമോഷണലായിട്ടാണ് ആ ഒരു സ്റ്റാബിങ് സീനൊക്കെ നല്ല രീതിയിൽ അവൾ ചെയ്തിട്ടുണ്ട്. അവന് കത്തി കൊണ്ട് കുത്ത് കിട്ടുന്ന സമയത്തൊക്കെ അവളുടെ ആ ആക്ഷൻസും ആ ഇമോഷനും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അവൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ സീനൊക്കെ അവളുടെ അഭിനയം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു സീനിൻ്റെ റീല് കണ്ടിട്ട് അവളുടെ ആ ഒരു ഇമോഷണൽ ആക്ടിങ്ങിൽ അട്രാക്റ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രാമ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടത്. അപ്പോഴത്തേക്കും ഈ ഡ്രാമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാ എപ്പിസോഡും കണ്ടു തീർത്തിട്ടുണ്ട്. നിങ്ങളും കാണാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.